ഏറ്റവും കൂടുതൽ പുഴ മത്സ്യം കിട്ടുന്ന സമയം എന്ന് വെച്ചാൽ മലവെള്ളപ്പാച്ചിൽ ആ ഒരു ടൈമിലാണ്. ഏറ്റവും കൂടുതൽ മഴക്കാലത്താണ്. എല്ലാവരും ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്ത് ഒരു രസത്തിന് വേണ്ടി ആണുങ്ങളൊക്കെയും പുഴയിലേക്ക് പോകും. അപ്പോൾ സുലഭമായിട്ട് മത്സ്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ മത്സ്യം ഇത് ഇങ്ങനെ ചെറുതായി വെണ്ണീറിൽ നോക്കും. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് പിടിക്കുമ്പോൾ വഴുതി പോവില്ല. അപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാവും. കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്ന സംഭവമാണ്. നമ്മളെ നാട്ടിലെല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി ഇങ്ങനെ കാണിച്ചു തരുന്നു എന്ന് മാത്രം. ഇനി നമ്മൾക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം മസാല പുരട്ടി മത്സ്യം റെഡിയാക്കാം. മത്സ്യം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചു. അച്ഛനൊക്കെ ഇപ്പോഴും മത്സ്യം പിടിക്കുകയും അതിൻ്റെ വലിയ വലയും കാര്യങ്ങളൊക്കെ വീട്ടിലിപ്പോഴും ഉണ്ട്. ഈ മത്സ്യത്തിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. നന്നായിട്ട് അറിയാവുന്നത് അച്ഛനും ഫ്രണ്ട്സിനും ഒക്കെയാണ്. നമുക്കറിയാവുന്നൊന്നും അറിയില്ല. ഞാൻ തക്കാളി ഒന്നെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഇത് രണ്ടും ചേർത്ത് 1 കപ്പ് വെള്ളവും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്കിതിലേക്ക് നമ്മളുടെ പുഴ മത്സ്യം ചേർത്ത് കൊടുക്കാം. പുഴ മത്സ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പുളി ചേർക്കില്ല. കടുക് പൊട്ടിച്ചിടുകയാണ് ചെയ്യുക. വളരെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത്രയും ചെറിയ കഷ്ണമാണ്. ഇത് ചതച്ചെടുത്ത് നമ്മൾക്കിതിൽ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കാൻ പാടില്ല പുഴ മത്സ്യത്തിൽ. ഇത്രയും അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചതച്ചെടുത്തിട്ട് മത്സ്യം ഇടുന്ന സമയത്ത് മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. നമ്മളിതിലേക്ക് മത്സ്യം ചേർക്കാൻ പോവാണ്. നേരത്തെ പൊട്ടിച്ചു വെച്ച കടുക് ഇതും കൂടി ഇതിൽ ചേർത്ത് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് മത്സ്യമൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഇറക്കി വെക്കാം. വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞു. ഇനി ഞാനിത് ഇറക്കി വെക്കാൻ പോവാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ.